ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസിയിൽ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ എന്ന ചാപ്റ്ററിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഒരുപക്ഷെ അത് പബ്ലിക് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമായിട്ടും ചോദിക്കാം. നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2-3 സാഹചര്യങ്ങൾ വരുന്നുണ്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ +2 അക്കൗണ്ടൻസിയുടെ ബാക്കി എല്ലാ ക്ലാസ്സുകളും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെയും ക്ലാസ്സുകൾ ഈ ചാനൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് കൂടുതൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരങ്ങളെ നോക്കാം. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ, ദ റിമൈനിങ് പാർട്ണേഴ്സ് മേ ഡിസൈഡ് ടു അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് ആണെങ്കിലും ഡെത്തിലാണെങ്കിലും ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് റിമൈനിങ് പാർട്ണേഴ്സ് മേ ഡിസൈഡ് ടു അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു പാർട്ണർ മാറിക്കഴിയുമ്പോൾ, റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു പാർട്ണർ മാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണറുടെ ഡെത്ത് സംഭവിക്കുകയോ ചെയ്തിരിക്കുമ്പോൾ ബാക്കിയുള്ള പാർട്ണേഴ്സ് അല്ലേ, റിമൈനിങ് പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ന്യൂ റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിമൈനിങ് ഒരു പാർട്ണർ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു പാർട്ണർ പിരിഞ്ഞു പോയി, അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ ആണ് അല്ലേ. ആ ന്യൂ റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ സം ഓഫ് ബാലൻസസ് ഇൻ ദ ക്യാപിറ്റൽസ് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് മേ ബി ട്രീറ്റഡ് ആസ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം. അപ്പോൾ നോർമലായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്, ഇത്തരത്തിലുള്ളൊരു കേസിൽ നമുക്ക് റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ ആ ക്യാപിറ്റൽ, അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് അതിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം എഴുതി അതിന് ശേഷമുള്ള ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന് ആ ബാലൻസ് കിട്ടുമല്ലോ, ആ ബാലൻസിനെ അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയെടുത്തിട്ട് അത് ന്യൂ റേഷ്യോയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് മേ ബി ട്രീറ്റഡ് ആസ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് നമ്മളതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് 2 പാർട്ണേഴ്സാണ് റിമൈനിങ് പാർട്ണേഴ്സ് എങ്കിൽ ആ 2 പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് ആ പേയ്മെൻറ്റ് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കും. അപ്പോൾ അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ്, അതായത് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും നോർമലായിട്ടുള്ള ഒരു കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. ദെൻ ടു അസർട്ടൈൻ ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഇങ്ങനെ കണ്ടുപിടിച്ചു. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ണേഴ്സിൻ്റെ, അതായത് റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും പുതിയ ക്യാപിറ്റൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പുതിയ ക്യാപിറ്റൽ അവരുടെ പഴയ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് കൂടുതലാണ് ക്യാപിറ്റലെങ്കിൽ അവർക്ക് ആ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം, അവർക്ക് ആ കമ്പനിയിൽ നിന്ന് അത് പിൻവലിക്കാം. ഇനി കുറവാണെങ്കിലോ അതവർ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സസ് ഓർ ഡെഫിഷ്യൻസി, എക്സസ് എന്ന് വെച്ചാൽ കൂടുതൽ ക്യാപിറ്റൽ, ഡെഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് ക്യാപിറ്റൽ, എന്ത് തന്നെയാണെങ്കിലും അതെന്ത് ചെയ്യണം, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതായത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഷോർട്ടേജ് ആണെങ്കിൽ, അത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സസ് ഓർ ഷോർട്ടേജ് അല്ലേ. എക്സസ് ആണെങ്കിലും ഷോർട്ടേജ് ആണെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ്, എക്സസ് ആണെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, കമ്പനിയിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കാം. നമുക്ക് ഷോർട്ടേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് കൊണ്ടുവരണം അല്ലേ, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ക്യാഷായിട്ട് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം. ജേണൽ എൻട്രി അറിഞ്ഞിട്ട് അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ജേണൽ എൻട്രി എന്താണ് വരുന്നത് നോക്കുക. എക്സസ് ക്യാപിറ്റലാണോ വരുന്നതെങ്കിൽ, അതായത് പുതിയ പാർട്ണർക്ക് അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റൽ അനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ണർക്ക് കൂടുതലാണ് ക്യാപിറ്റൽ വരുന്നതെങ്കിൽ അയാളത് ആ ബിസിനസ് ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യും അല്ലെ, പിൻവലിക്കും. അങ്ങനെ പിൻവലിക്കുമ്പോൾ അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്യാപിറ്റൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതോട് ജേണൽ എൻട്രി എങ്ങനെ വരണം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഏത് പാർട്ണറാണോ ഈ എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉള്ളത് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ, ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ നേരെ മറിച്ച് ഒരു പാർട്ണർക്ക് ഷോർട്ടേജ് ആണ് ക്യാപിറ്റലെങ്കിൽ, ക്യാപിറ്റൽ കുറവാണെങ്കിൽ അയാൾ കൊണ്ടുവരണം അല്ലേ.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എഴുതുന്ന ആ ജേണലിൻ്റെ തന്നെ എഴുതിയാൽ മതി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഷോർട്ടേജ് ഉള്ള പാർട്ണറുടെ പേര് അല്ലേ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് എഴുതുക. ഇത് നോക്കാം, ഈ പറയുന്ന നമ്മൾ പറയും 3 സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇറ്റ് മേ ഇൻവോൾവ് എനി വൺ ഓഫ് ദി 3 വേസ്. അതായത് 3 സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്നാമത്തെ സാഹചര്യമാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ്, വെൻ ദ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ആസ് ഡിസൈഡഡ് ബൈ ദി പാർട്ണേഴ്സ് ഈസ് സ്പെസിഫൈഡ്. അതായത് പുതിയ ഫേമിൽ എത്രയാണ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും, എന്നിട്ട് പറയും ഈ ഫേമിൻ്റെ പുതിയ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ ഇത്ര ആയിരിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. വെൻ ദ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ആഫ് ഡിസൈഡഡ് ബൈ ദി പാർട്ണേഴ്സ് ഈസ് സ്പെസിഫൈഡ്. അതായത് പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ 1,20,000 ആയിരിക്കും, അല്ലെങ്കിൽ 1 lakh ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഹിത്, നീരജ് ആൻഡ് സോഹൻ ആർ പാർട്ണേഴ്സ്. 3 പാർട്ണേഴ്സ് ആണല്ലേ. അവരുടെ നിലവിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 2:1:1 ആണ്. നീരജ് റിട്ടയേഴ്സ്. നീരജാണ് റിട്ടയർ ചെയ്യുന്നത് അല്ലേ. നീരജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലേ നടക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റേഷ്യോ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് പുതിയ റേഷ്യോ അല്ലേ. റിട്ടയർ ചെയ്യുമ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ആ റേഷ്യോ വെട്ടി മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ 2:1 വരും പുതിയ റേഷ്യോ. അപ്പോൾ നീരജ് റിട്ടയേഴ്സ് ആൻഡ് മോഹിത് ആൻഡ് സോഹൻ ഡിസൈഡഡ് ദാറ്റ് ദ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം വിൽ ബി ഫിക്സ്ഡ് അറ്റ് ₹1,20,000. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ 1,20,000 ആയിരിക്കണം എന്നുള്ളത് റിമൈനിങ് പാർട്ണേഴ്സ് ആയിട്ടുള്ള സോഹനും മോഹിത് കൂടെ തീരുമാനിച്ചു അല്ലേ. ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് മോഹിത് ആൻഡ് സോഹൻ ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതി, അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കിട്ടുന്നത്. മോഹിതിന് 82,000, സോഹന് 41,000 അല്ലേ. അപ്പോൾ ഇതാണ് അവർക്ക് നിലവിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് ഓൾ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതിയതിന് ശേഷം കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ക്യാഷ് ടു ബി പെയ്ഡ് ഓഫ്. അപ്പോൾ ഇവരുടെ കേസിൽ അവർക്ക് ക്യാഷ് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ, ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാര്യം, ഓർ ടു ബി ബ്രോട്ട് ഇൻ ബൈ ദ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ്, അല്ലെങ്കിൽ ക്യാഷ് കുറവാണെങ്കിൽ, ഷോർട്ടേജ് ആണെങ്കിൽ, ക്യാപിറ്റൽ കുറവാണെങ്കിൽ അവർ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരേണ്ട എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ജേണൽ എൻട്രി പാസ്സാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടല്ലേ. ഈ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ റേഷ്യോയിൽ ആദ്യം ഡിവൈഡ് ചെയ്യണം. പുതിയ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട പുതിയ ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടും. ആ ക്യാപിറ്റലിനെ ഇപ്പം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ച ഈ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ അയാൾ എമൗണ്ട് എടുത്തുകൊണ്ട് പോകാം, വിഡ്രോ ചെയ്തുകൊണ്ട് പോകാം. ക്യാപിറ്റൽ കുറവാണെങ്കിൽ അയാൾ ക്യാപിറ്റൽ ക്യാഷായിട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ജേണൽ എൻട്രി നമുക്ക് എഴുതണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. അപ്പോൾ ന്യൂ റേഷ്യോ എന്തായിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത് 2:1. ന്യൂ റേഷ്യോ എങ്ങനെയാണ് കിട്ടിയത്, ന്യൂ റേഷ്യോ നമുക്ക് ഓൾഡ് റേഷ്യോ 2:1:1 ആയിരുന്നു അല്ലേ. അതിൽ നീരജ് റിട്ടയർ ആവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നീരജിൻ്റെ റേഷ്യോ വെട്ടി മാറ്റി, ബാക്കിയുള്ള 2:1 ആണ് ഈ 2:1 അല്ലേ. അതായത് ന്യൂ റേഷ്യോ അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് ന്യൂ ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ന്യൂ റേഷ്യോ, നമുക്ക് മോഹിതിൽ നിന്നും സോഹനിൽ നിന്ന് 2 കോളങ്ങൾ കൊടുത്തു. അപ്പോൾ ന്യൂ ക്യാപിറ്റൽ, അതായത് 2 പേരുടെയും കൂടി ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞാൽ 1,20,000 ആണെന്ന് പറഞ്ഞല്ലേ. ഈ 1,20,000 ടോട്ടൽ ക്യാപിറ്റലാണ്, അതായത് മോഹിതിൻ്റെയും സോഹൻ്റെയും കൂടിയ ടോട്ടൽ ക്യാപിറ്റൽ. ഈ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, 2:1 ഡിവൈഡ് ചെയ്യണം അല്ലേ. 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ മോഹിതിന് 80,000 കിട്ടും, സോഹന് 40,000 കിട്ടും. എങ്ങനെയാണ് 80,000 കിട്ടുന്നത്, 1,20,000 ഇൻറ്റു 2/3 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റേഷ്യോ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണല്ലേ. 2 + 1 3 അല്ലേ. 3 എന്നുള്ള അടിയിലിടണം, ഡിനോമിനേറ്റർ ഇടണം, ന്യൂമറേറ്ററായിട്ട് 2 എഴുതണം അല്ലേ. അപ്പോൾ 2/3 ആണ് ആദ്യത്തെ മോഹിതിൻ്റെ. രണ്ടാമത്തെ ആളുടെ 1,20,000 ഇൻറ്റു 1/3 ആണല്ലേ. അപ്പോൾ 40,000 എന്നും കിട്ടും. ഇത് 1,20,000 ഇൻറ്റു 2/3, ഇത് 1,20,000 ഇൻറ്റു 1/3. ഓക്കെ, അങ്ങനെ 2 പേരുടെയും ക്യാപിറ്റൽ എത്രയാണ്, പുതിയ ക്യാപിറ്റൽ എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ അല്ലേ. നിങ്ങൾ എസ്എ പ്രോബ്ലമാണ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് അതിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് സാധാരണ പോലെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണോ ക്യാപിറ്റൽ വരുന്നത് ആ ക്യാപിറ്റലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പേർക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് വന്നിരിക്കുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടലാണ് കൂടുതൽ അല്ലേ. അപ്പോൾ അതാണ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 82,000 41,000 അവർക്ക് നിലവിൽ ക്യാപിറ്റലുണ്ട്. പുതിയ ക്യാപിറ്റൽ ഓരോരുത്തർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ പുതിയ ക്യാപിറ്റൽ ഇയാൾക്ക് മോഹിതിന് 80,000 നിലവിൽ എത്ര ക്യാപിറ്റലുണ്ട്, 82,000 ഉണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്, 2,000 രൂപ അയാൾക്ക് പിൻവലിക്കാമെന്നാണ് അല്ലേ. കാരണം എക്സസ് ആണ്, ക്യാപിറ്റൽ എക്സസ് ആണ്. 80,000 മതി,
82,000 ഉണ്ട് അല്ലേ, എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 82,000 ഉണ്ട്. അപ്പോൾ 2,000 പിൻവലിക്കാം. അപ്പോൾ ക്യാഷ് ടു ബി ബ്രോട്ട് ഇൻ ഓർ പെയ്ഡ് ഓഫ്. ബ്രോട്ട് ഇൻ എന്ന് വെച്ചാൽ ക്യാഷ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ പെയ്ഡ് ഓഫ് അല്ലേ. ഇപ്പോൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലേ, കൂടുതലാണെങ്കിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഈ കേസിൽ അയാൾ പെയ്ഡ് ഓഫ് ആണ് അല്ലെങ്കിൽ കൊണ്ടുപോകാണ്, വിഡ്രോ ചെയ്യുകയാണ്. ഇനി സോഹനെ സംബന്ധിച്ച് അങ്ങനെയാണ്, 40,000 ആണ് ഡ്യൂ ക്യാപിറ്റൽ, അയാൾക്ക് 41,000 ഉണ്ടല്ലേ, ഈ 41,000 ഉണ്ട് അയാൾക്ക്. അപ്പോൾ 1,000 അയാൾക്കും പിൻവലിക്കാം. ഇപ്പോൾ 2,000ഉം 1,000ഉം രണ്ടുപേർക്കും പിൻവലിക്കുന്ന എമൗണ്ട്, അതിനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. മോഹിത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ, രണ്ടുപേരും ക്യാഷ് പിൻവലിക്കുകയാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. മോഹിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,000 ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ് എന്ന് പറഞ്ഞ്, സോഹൻസിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും 1,000 ഡെബിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് 3,000 റുപ്പീസ് ടോട്ടലായിട്ട് അവർ വിഡ്രോ ചെയ്തു പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസ്. അതായത് ഒന്നാമത്തെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു എമൗണ്ടിനെ കുറിച്ച്, അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, 1,20,000 എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കേസ് അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. നോക്കുക, വെൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് നോട്ട് സ്പെസിഫൈഡ് അല്ലേ, അത് കൃത്യമായിട്ട് ആ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക നോക്കുക. ആഷ, ദീപ ആൻഡ് ലത ആർ പാർട്ണേഴ്സിൻ്റെ ഫേം, അവരുടെ റേഷ്യോ 3:2:1 ആണ്. ദീപ റിട്ടയർ ചെയ്യുന്നത് അല്ലേ, ദീപയാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മാറ്റിയിട്ട് 3:1 നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും അല്ലേ. ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു റിവാലുവേഷൻ, ഗുഡ് വിൽ ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്ന റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയതിന് ശേഷമുള്ള അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ക്രെഡിറ്റ് ബാലൻസ് 1,60,000ഉം 80,000ഉം റെസ്പെക്റ്റീവ്ലി അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ തന്നിരിക്കുന്ന 82,000ഉം 41,000 അല്ലേ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 1,20,000 എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ ക്യാപിറ്റലിനെ കൂടി ഇത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഈ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു അഡ്ജസ്റ്റ് ദ ക്യാപിറ്റൽ ഓഫ് ആഷ ആൻഡ് ലത ഇൻ ദിയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരുടെ ക്യാപിറ്റൽ ന്യൂ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ക്യാപിറ്റൽ എത്രയായിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദി പാർട്ണേഴ്സ് ആൻഡ് റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പം തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 1 lakh നമുക്ക് പുതിയ ക്യാപിറ്റൽ പറഞ്ഞിട്ടില്ല എങ്കിൽ എന്തെടുക്കണം, ഈ 1,60,000ൻ്റെയും 80,000ൻ്റെയും നമ്മളങ്ങ് ആഡ് ചെയ്യും. എന്നിട്ട് അതാണ് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ പ്രത്യേകിച്ച് വേറെ പറഞ്ഞിട്ടില്ല എങ്കിൽ നിലവിലുള്ള ക്യാപിറ്റൽ തന്നെ കൂട്ടിയെടുത്താൽ മതി. അതാണ് ടോട്ടൽ ക്യാപിറ്റൽ. അതിനെന്ത് ചെയ്യണം, ന്യൂ റേഷ്യോ 3:1 നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, കുറവാണ് ക്യാപിറ്റൽ എങ്കിൽ നമ്മൾ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ എഴുതി വയ്ക്കാവുന്നത് എളുപ്പമാണ്. നോക്കുക, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദി പാർട്ണേഴ്സ് ആൻഡ് റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അല്ലേ. നോക്കുക, കാൽക്കുലേഷൻ ഓഫ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്, നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ന്യൂ ക്യാപിറ്റൽ 1,60,000 അല്ലേ. 1,60,000 ആണ് ആരുടെ, ഇവിടെ ആദ്യത്തെ ആളുടെ അല്ലേ, ആഷയുടെ. ലതയുടെ എത്രയാണ്, 80,000 അല്ലേ. നമ്മൾ രണ്ടും എഴുതി നോക്കുക, രണ്ടുപേരുടെയും നിലവിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ട് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈ 2,40,000 എങ്ങനെയാണ് കിട്ടിയത്, ഈ 1,60,000ഉം 80,000 ആഡ് ചെയ്തല്ലേ, രണ്ടും കൂട്ടിയെടുത്താൽ മതി. കാരണം ഇവിടെ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ നിലവിൽ എത്രയാണോ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിനെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് എടുക്കും. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. 2,40,000 നമ്മൾ എന്ത് ചെയ്യും, 3:1 ഡിവൈഡ് ചെയ്യും അല്ലേ. 2,40,000 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ 1,80,000 കിട്ടും. 3/4 എങ്ങനെയാണ് വന്നത്, 3+1 അത് നമ്മുടെ റേഷ്യോ നമ്മൾ കൂട്ടിയെടുക്കും. 3+1 അത് കൂട്ടി നമ്മളിവിടെ ഡിനോമിനേറ്ററായിട്ട് താഴെ എഴുതും, ന്യൂമറേറ്ററായിട്ട് 3 ആദ്യത്തെ ആളുടെ കേസിൽ 3, രണ്ടാമത്തെ ആളുടെ കേസിൽ 1 അല്ലേ. അപ്പോൾ 2,40,000 ഇൻറ്റു 3/4 1,80,000. ലതയുടെ എങ്ങനെയാണ് 2,40,000 ഇൻറ്റു 1/4 അല്ലേ. അപ്പോൾ 60,000 എന്ന് കിട്ടും. അപ്പോൾ രണ്ടുപേരുടെയും ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്, ഇതാണ് അവരുടെ പുതിയ ക്യാപിറ്റൽ അല്ലേ. അവരുടെ പഴയ ക്യാപിറ്റൽ ഏതാണ്, പഴയ ക്യാപിറ്റൽ ഇതാണല്ലേ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, പഴയ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. പഴയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലേ, നിലവിലുള്ള ക്യാപിറ്റൽ. അതും നമ്മുടെ അവരുടെ ന്യൂ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്, ഇവിടെ 1,60,000 ആണ് പുതിയ ക്യാപിറ്റൽ അവർക്ക്, അത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. നമുക്ക് പുതിയ ക്യാപിറ്റൽ എത്ര വേണം, 1,80,000 വേണം അല്ലേ. അപ്പോൾ 20,000 രൂപയുടെ അയാളെ കൊണ്ടുവരണം നമുക്ക് മനസ്സിലാവും അല്ലേ. കാരണം ഇത് ഷോർട്ടേജാണ്. നിലവിലുള്ള ക്യാപിറ്റൽ 1,60,000 ഉള്ളൂ, 1,80,000 വേണം അല്ലേ. അടുത്ത ആളുടെ കേസിൽ ലതയുടെ കേസിൽ അവൾക്ക് 80,000 ഉണ്ട്, അയാൾക്ക് 60,000 മതി അല്ലേ. ഇയാളുടെ കേസിൽ എന്താണ്, 20,000 രൂപ അയാൾക്ക് കൊണ്ടുപോകാം, വിഡ്രോ ചെയ്യാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ജേണൽ എഴുതാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എത്രയാണ് കൊണ്ടുപോകേണ്ടത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമുണ്ട്. രണ്ടുപേരുടെ ന്യൂ ക്യാപിറ്റൽ 1,80,000 രൂപ ആണ് പുതിയ ക്യാപിറ്റൽ. ലതയുടെ ആഷയുടെ പുതിയ ക്യാപിറ്റൽ 1,80,000, നിലവിൽ അവർക്ക് 1,60,000 ഉണ്ടല്ലേ, ഈ 1,60,000. അപ്പോൾ ഇവിടെ 20,000 രൂപ എന്ത് ചെയ്യണം, 20,000 രൂപ അയാൾക്ക് കൊണ്ടുപോകാം അല്ലേ.
കാരണം പുതിയ ക്യാപിറ്റൽ 1,80,000 20,000 രൂപകൾക്ക് കൊണ്ടുവരണം അല്ലേ, കാരണം 1,80,000 വേണ്ടത്. അപ്പോൾ കൊണ്ടുപോകല്ല, കൊണ്ടുവരണം. അപ്പം 20,000 രൂപ കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത ആളുടെ കേസിൽ എങ്ങനെയാണ്? 60,000 രൂപയാണ് പുതിയ ക്യാപിറ്റൽ. നിലവിൽ എത്ര ഉള്ളൂ? നിലവിൽ 80,000 ഉണ്ടല്ലേ. ഈ 80,000 ഉള്ളതുകൊണ്ട് 20,000 അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് കൊണ്ടുപോകാം. ഇത് എക്സസ് ആണ്. ന്യൂ ക്യാപിറ്റൽ 60,000. ഓൾറെഡി അയാൾക്ക് എത്രയുണ്ട്? 80,000 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60,000 മതി അല്ലേ. അപ്പോൾ 20,000 രൂപ അയാൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് വിഡ്രോയിൻ്റെ കേസാണ് 20,000. ഇതെന്താണ്? ഇത് കൊണ്ടുവരേണ്ട കേസാണ് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി അതനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എഴുതണം. നോക്കുക, ഇവിടെ ആദ്യ കേസിൽ ആഷയുടെ കേസിൽ ക്യാഷ് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു ആഷാസ് ക്യാപിറ്റൽ 20,000. അടുത്ത ലതയുടെ കേസിൽ ലതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അല്ലേ, അതായത് ക്യാഷ് വിഡ്രോ ചെയ്യാം, കൊണ്ടുപോകാം. അതാണ് 20,000 വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടും 20,000 തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് കൊണ്ടുവരികയും ഒരാൾക്ക് കൊണ്ടുപോവുകയും വിഡ്രോ ചെയ്യുകയാണ് അല്ലേ. അതായത് ഒരാൾക്ക് ഇവിടെ ക്യാഷ് കൊണ്ടുവരുന്നത് എപ്പോഴാണ്? ഷോർട്ടേജ് ഉള്ളപ്പോഴാണ് അല്ലേ. ആഷയുടെ കേസിൽ അത് ഷോർട്ടേജ് ആയിരുന്നു. പക്ഷേ ലതയുടെ കേസിൽ എന്തായിരുന്നു? അത് എക്സസ് ആയിരുന്നു, കൂടുതലായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണത് കൊണ്ടുപോയത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് കോണ്ടെക്സ്റ്റുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു 3 സാഹചര്യം കൊണ്ട് ഒരുമിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. തൽക്കാലം നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഈ മൂന്നാമത്തെ കേസ് കേട്ടോ, മൂന്നാമത്തെ നമുക്ക് അല്പം കൂടെ ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. ബാക്കിയുള്ള 2 മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സായിട്ട് തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. താങ്ക്